ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈശ്വര, ഈ കണ്ണേട്ടനിത് എങ്ങോട്ടാ പോയത്? അവളെയും കൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവളൊന്ന് തളർന്നപ്പോഴേക്കും താങ്ങി പിടിച്ചുകൊണ്ട് കണ്ണേട്ടൻ എങ്ങോട്ടാ പോയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഭദ്രൻ വന്നു. മോളെ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പം ഗീതു ഭദ്രനെ നോക്കുക. മോളെ, ഈ അച്ഛൻ നിന്നോട് തെറ്റ് ചെയ്തു, വലിയൊരു തെറ്റ്. അപ്പോൾ ഗീതു ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക. എന്ത് തെറ്റാ ഈ അച്ഛനെ എന്നോട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഒരിക്കലും ഒരച്ഛന്മാരും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ മോളോട് ചെയ്തത്. അതുകൊണ്ട് മോൾ എന്നോട് ക്ഷമിക്കണം. മോൾക്ക് വേണ്ടി വ്യാജ ഡിവോഴ്സ് നോട്ടീസ് ഉണ്ടാക്കി ഞാൻ രാധികാമ്മയ്ക്ക് വേണ്ടി ജോലി ചെയ്തു. എല്ലാം എൻ്റെ സ്വാർത്ഥത കൊണ്ടാ മോളെ. എന്നോട് ക്ഷമിക്കും മോളെ. ഈ അച്ഛനിനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അതിൻ്റെ പ്രായച്ചിത്തമായി നീ ഈ ജന്മം ഗോവിന്ദന് ഡിവോഴ്സ് കൊടുക്കാൻ പാടില്ല. ഗോവിന്ദൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. കേട്ടല്ലോ? അത് കേട്ടതും അച്ഛനെന്താ ഇപ്പം അച്ഛനെ ന്യായീകരിക്കാൻ വന്നാണോ? ഏയ് അല്ല മോളെ, ഈ അച്ഛൻ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ വന്നതാ. പക്ഷേ മോളൊന്ന് വിചാരിച്ചോളണം, ഗോവിന്ദനെ കൈവിട്ട് കളയരുത്. രാധികാമ്മ ഇപ്പോഴും ഗോവിന്ദന് നീയും പിരിയാൻ വേണ്ടി പല അടവുകളും പറ്റുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഗോവിന്ദനെ നീ കൈവിട്ട് കളയരുത്. കേട്ടോ? അത് കേട്ടതും ഗീതു, അത് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളാം. അച്ഛനങ്ങ് പോ. പിന്നെ മോളെ, ഇവിടെ വന്നതുകൊണ്ട് അച്ഛന് മറ്റൊരു കാര്യം കൂടെ പിടികിട്ടി. അപ്പം ഗീതു വീണ്ടും ഭദ്രനെ നോക്കുക. ദേ, ഗോവിന്ദൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ പെൺ സുഹൃത്തുണ്ടല്ലോ, അവള് നിസ്സാരക്കാരിയല്ല. അതുകൊണ്ട് സൂക്ഷിച്ചോ. ചിലപ്പോൾ മോളുടെ കൈവിട്ട് പോകാൻ സാധ്യതയുണ്ട് ഗോവിന്ദ്. നിന്റെ ഭർത്താവിനെ നീ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. എന്തായാലും ഞാൻ പറയുന്നതനുസരിച്ച് മോള് സൂക്ഷിച്ചും കണ്ടു നിന്നോ. ഇല്ലെങ്കിൽ അവള് കൊത്തിക്കൊണ്ടു പോകും അവനെ. ഞാൻ എൻ്റെ അറിവിൽ ഈ മാധവൻ മുതലാളിക്ക് ഇതേപോലെ പല രഹസ്യബന്ധങ്ങളും ഉണ്ടായിരുന്നു. വിഷയത്തിൽ അയാൾ വെറും പോക്കാ മോളെ. അതുകൊണ്ട് ആ ചോരയാണല്ലോ ഗോവിന്ദും. ചിലപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടന്നുവന്നിരിക്കാം. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, എന്തൊക്കെ സംഭവിച്ചാലും ഗോവിന്ദനെ മോള് വിട്ടുകൊടുക്കരുതെന്ന്. മനസ്സിലായോ? ശരി, അച്ഛൻ പോവാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഭദ്രനെ ഓടിച്ചു വിടുക. ശരി, ഞാൻ പോയിക്കോളാം. പിന്നെ എനിക്ക് മനസ്സിലായി നീ എന്താ മൂടോട്ടായിട്ട് നിൽക്കുന്നതെന്ന്. ഗോവിന്ദനെ കുറിച്ച് ഓർത്തല്ലേ? സാരമില്ല, അച്ഛനങ്ങ് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അങ്ങ് പോവുകയാണ്. ഭദ്രൻ പോയി അവിടെ നേരെ മാധവ മുതലാളിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിൽക്കുക. എൻ്റെ മാധവ മുതലാളി കടത്തിൻ്റെ പേരിൽ തൂങ്ങിച്ചത്തു എന്ന് പറഞ്ഞ് ഈ നാട് മുഴുവനും നിങ്ങളെ അങ്ങനെ ഒരു പേരിൽ ചുമത്തി. പക്ഷേ നിങ്ങളെങ്ങനെയാ മരിച്ചതെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാനുണ്ടാക്കിയ കടബാധ്യത, ഞാനുണ്ടാക്കി വെച്ച നാണക്കേട്, അതെല്ലാം ഏറ്റുവാങ്ങി എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാനായി ഇറങ്ങി പുറപ്പെട്ട നിങ്ങൾക്ക് ജീവൻ കളയേണ്ടി വന്നല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് മോഹിച്ചു നിങ്ങളുടെ ഈ കസാരയിലൊന്നും ഇരിക്കാൻ. എന്നാൽ നിങ്ങളിരിക്കുന്ന കസാരയിലിരിക്കാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾക്കിട്ട് തന്ന ഡോസ് ഇത്തിരിയും കൂടെ കൂട്ടി നിങ്ങളുടെ മകനും കൂടെ ഞാൻ അങ്ങ് കൊടുത്തേക്കാം. ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി നിങ്ങളുടെ മകനെയും കൂടെ ഞാൻ ചേർത്ത് അങ്ങ് അയച്ചു വിട്ടേക്കാം. എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ മാധവന്റെ ഫോട്ടോ നോക്കി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയം രഘുറാമംഗൾ അങ്ങോട്ട് വരിക. രഘുറാമിന്റെ വരവ് കണ്ടതും ഭദ്രൻ തുറച്ചു നോക്കുക. മാധവൻ മുതലാളിയുടെ കൂടെ നിന്ന ആള് എങ്ങനെയാ അദ്ദേഹത്തിൻ്റെ മരുമകനായത്? അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഭാര്യയുടെ അച്ഛനായത്? എനിക്കറിയണം. ഗോവിന്ദിൻ്റെ അമ്മായിയച്ഛൻ നിങ്ങൾ എങ്ങനെയായതെന്ന് പറ. ഭദ്രൻ്റെ മകൾ എങ്ങനെയാ ഗോവിന്ദൻ്റെ ഭാര്യയായത്? എനിക്കതറിയണം. ലോട്ടറിയാണ് സാറേ, ലോട്ടറി അടിച്ചതാ. പറയാൻ പറ്റില്ല. വിധിയുടെ വിളയാട്ടം കൊണ്ട് പലതും സംഭവിക്കാമല്ലോ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എൻ്റെ മോള് ഗോവിന്ദൻ്റെ ഭാര്യയായത് ദൈവത്തിൻ്റെ വിധി, ദൈവം തന്ന നല്ലൊരു സൗഭാഗ്യം എന്നൊക്കെ തന്നെ പറയാലോ. അത് കേട്ടതും ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. നിങ്ങളുടെ മകൾ എങ്ങനെയാ ഗോവിന്ദൻ്റെ ഭാര്യയായതെന്ന് എനിക്കറിയണം. മാധവൻ മുതലാളിയുടെ കൂടെ നിന്ന് ചതിച്ചവനാ നിങ്ങൾ. അയ്യോ, അതിന് ഞാൻ അങ്ങനെ ചതിച്ചിട്ടൊന്നുമില്ല. മാധവ മുതലാളിയെ ഞാനാ ചതിച്ചതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ എന്തിനാ അതും പറഞ്ഞുകൊണ്ട് നടക്കുന്നേ? മാധവ മുതലാളി എൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. മാധവൻ മരിക്കുന്നതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാ. അതിനിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ മോളും പിന്നെ മോനും ഈ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നത്. അതെനിക്കറിയണം. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉദ്ദേശം ബാക്കിയുണ്ടെങ്കിൽ നടക്കില്ല ഭദ്ര എന്നും രഘുറാം. അത് കേട്ടതും ഞാനൊരു കാര്യം ചോദിക്കട്ടെ രഘുറാം,
നിങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫായി വന്ന കിഷോർ എങ്ങനെയാ നിങ്ങളുടെ മരുമകനായത്? അത് വിധിയല്ലേ? അതുപോലെ തന്നെ വിധിയുടെ വിളയാട്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗീതുമോള് ഗോവിന്ദന്റെ ഭാര്യയായത് വെറും വിധിയാണ് എന്ന് ഭദ്രൻ പറയുക. എന്നിട്ട് ഭദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ രഘുറാം ആലോചിക്കുകയാണ്, ഇവിടെ എന്തോ ചതി നടന്നിട്ടുണ്ട്, കണ്ടുപിടിക്കണം. ഭദ്രനും ഗീതുവും പിന്നെ ഗോവിന്ദും ഒക്കെ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അതെന്താണെന്നെല്ലാം കണ്ടുപിടിച്ചേ മതിയാകൂ എന്നും പറഞ്ഞ് രഘുറാം ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ഗീതു പതുക്കെ ഗോവിന്ദൻ്റെയും രഞ്ജുവിൻ്റെയും ആ മുറിയുടെ വാതിക്ക് പോയി നിൽക്കുക. അപ്പോൾ രഞ്ജു ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഗീതു ഇടയിൽ കൂടെയാണ് കേട്ടോ നോക്കുന്നത്, ഡോറിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട്, എന്താ രഞ്ജു ഇത്, ഒന്ന് തോറ്റുപോയിന്ന് കരുതി നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഞാൻ തോറ്റുപോയല്ലോ ഗോവിന്ദേട്ടാ, ഇത്രയും വലിയ നൃത്തമൊക്കെ പഠിച്ച് ഓരോരോ വേദികളിൽ പോയി ഞാൻ നൃത്തമൊക്കെ അവതരിപ്പിച്ച് ജയിച്ചു വന്നിട്ടുള്ളവളാണ്. ഇന്ന് ഗീതുവിൻ്റെ മുൻപിൽ ഞാൻ തോറ്റുപോയല്ലോ ഗോവിന്ദേട്ടാ. അതിന് നീ തോറ്റുപോയത് ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉച്ചയ്ക്ക് നീ നന്നായിട്ട് ഫുഡ് കഴിച്ചു, വൈകുന്നേരം ആയപ്പോൾ നീ വിശപ്പില്ല എന്നും പറഞ്ഞൊരു ജ്യൂസ് മാത്രമേ കുടിച്ചോളൂ, അതുകൊണ്ട് നിനക്ക് തളർച്ച വന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ ഗീതു, അവൾ ഇടക്ക് കയറി വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയതല്ലേ, അതുകൊണ്ട് അവൾ ജയിച്ചു. പക്ഷേ നീ വിഷമിക്കൊന്നും വേണ്ട രഞ്ജു, നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടൊരു കാര്യം ഞാനിനി ചെയ്യില്ല. നീ നോക്കിക്കോ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഇനിയൊരു ദിവസം നീ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ നമുക്കൊരു നൃത്തം വയ്ക്കാം. ആ സമയത്ത് മത്സരം വയ്ക്കുമ്പോൾ ഗീതുവിനെ വിളിക്കാം. അന്നേരം നീ ഡാൻസ് കളിച്ച് ആ ഗീതുവിനെ അങ്ങ് തോൽപ്പിച്ചേക്ക്. ഇത് കേട്ടതും ഗീതുവിൻ്റെ കണ്ണ് നിറഞ്ഞു. നിറകണ്ണുകളോടുകൂടെ ഗീതു അവിടെ നിന്നും നേരെ തൻ്റെ മുറിയിലേക്ക് പോയി. അപ്പോൾ രഞ്ജുവും ഗോവിന്ദും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഗീതുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മാറി ഗീതു നേരെ കണ്ണാടിയുടെ മുൻപിൽ പോയി നിൽക്കുക. കണ്ണാടിയുടെ മുൻപിൽ പോയി നിൽക്കുമ്പോൾ തൻ്റെ മനസ്സിനെ കാണുന്നില്ല. ഇതെവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ദേ വരുന്നടാ ആ മനസ്സ്, ഒരു പ്രേതത്തെ പോലെ. അപ്പോഴേക്കും ഗീതു കട്ടിലേൽ വന്ന് വീണ്ടും ഇരിക്കുക ടെൻഷനായിട്ട്. ഈ സമയം കാഞ്ചന കേക്കും കൊണ്ടുവരികയാണ്. ഗീതു പാപ്പ ഇന്താ ഗോവിന്ദ മാമ അവിടെ പിറന്ന നാളേക്ക് വെട്ടുന്ന കേക്ക് സാപ്പിട് എന്നും പറഞ്ഞുകൊണ്ട് അത് കണ്ടതും ഗീതു, എനിക്ക് കേക്കും കോപ്പൊന്നും വേണ്ട, എടുത്തോണ്ട് പോ എന്നും പറയുകയാണ്. നല്ല കേക്ക്, ഇത് നിങ്ങൾ തന്നെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നെ. അയ്യോ ഇത് നല്ല കേക്കാ, ഇതെന്തിനാ പുഴുങ്ങുന്നേ, ഇത് വെന്ത കേക്കാണല്ലോ എന്നും കാഞ്ചന. എൻ്റെ ദൈവമേ, എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കണ്ട, മര്യാദയ്ക്ക് നിങ്ങളോട് ഈ കേക്കും കൊണ്ട് പോകാനല്ലേ പറഞ്ഞത്, പോകാൻ. അത് കേട്ടതും ഇന്ത വീട്ടിൽ എന്നെ തിട്ടാമ ഇരുന്നത് ഗീതു പാപ്പ മട്ടുന്താ, ഇപ്പൊ ഗീതു പാപ്പാവും എന്നെ തിട്ടൊക്കെ ആരംഭിച്ചിരിച്ച്. പറവല്ല ഞാൻ പോരെ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന വെളിയിലേക്ക് പോവുക. അപ്പം ഇതും ഒക്കെ ആയി എന്നും പറഞ്ഞുകൊണ്ടാ കാഞ്ചന പോകുന്നത്. ഈ സമയം ഗീതു ദേഷ്യം കയറി നേരെ പോയി കണ്ണാടിയിൽ ഒന്നുകൂടെ നിൽക്കുക മുമ്പിൽ. അപ്പോഴേക്കും ആ ഗീതുവിൻ്റെ മനസ്സിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുക, ഒരു യക്ഷി ചിരിക്കുന്നത് പോലെ. അത് കണ്ടതും, എന്തിനാ നീ എന്നെ ചിരിക്കുന്നേ, നീ എന്നെ കളിയാക്കി ചിരിക്കുവാണോ, എന്നെ കളിയാക്കാനും മാത്രം ആയില്ല നീ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന വലിയൊരു കട്ടയെടുത്തോണ്ട് വന്ന് ഗീതു കണ്ണാടി തല്ലി പൊട്ടിച്ചു. പക്ഷേ ആ പൊട്ടി നിൽക്കുന്ന കണ്ണാടിയിൽ നിന്നും ആ ചിരി കേട്ടുകൊണ്ടേയിരുന്നു. ഗീതുവിന് പേടിയായി. സത്യം പറഞ്ഞ മൊത്തത്തിലൊരു ഭ്രാന്തിയെ പോലെ ഗീതു രണ്ട് കാതും പൊത്തി പിടിച്ചുകൊണ്ട് ഓടി കട്ടിലെ പോയി കിടന്നു. അപ്പോഴും ആ ചിരി മായുന്നില്ല, ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗീതുവിന് നന്നായിട്ട് പേടിയായി. ഈശ്വര, ഇതെന്താ സംഭവിച്ചേ എന്നറിയാതെ ഗീതു ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് അടച്ചതിന് ശേഷം ഗീതു ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് ഭയങ്കരമായിട്ട് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഈ സമയം ആ ശബ്ദം അങ്ങോട്ട് പതിയെ 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 മാഞ്ഞുപോയി. ഇതേ സമയം രാധികയെയും വരുണിനെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, എന്തായാലും ഇങ്ങനെ ഒരു പെണ്ണിടയിൽ കയറി വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അതേടാ, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു പെൺ സുഹൃത്തിൻ്റെ കാര്യം ഗോവിന്ദ് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഇതാരാണ് എന്തോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക നിൽക്കുമ്പോൾ, എൻ്റെ അമ്മേ, ഇതെന്തായാലും വെറും ഒരു പെൺ സുഹൃത്തല്ല. അന്ന് അവൾ ഓഫീസിൽ വന്നിരുന്നു. അവിടെ വന്നിട്ട് ഗോവിന്ദേട്ടനോട് അധികാരത്തോടു കൂടെ തന്നെയാണ് അവൾ സംസാരിച്ചത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് അമ്മ സൂക്ഷിച്ചോ. ഇനിയിപ്പോൾ ഞാനെന്ത് പറയാനാ, അമ്മയ്ക്ക് ഗോവിന്ദേട്ടൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വാസമാണല്ലോ. സ്നേഹവും ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും കാഞ്ചന മാമി എന്ന് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ രാധിക തുറിച്ച് നോക്കുക. എന്താടി, ദേ മാമി ഈ കേക്ക് കഴിക്കി, ഗോവിന്ദ മാമാവയുടെ ബർത്ത്ഡേക്ക് കട്ട് പണ്ണ കേക്കുതാ. അത് കേട്ടതും രാധിക ആകെ ദേഷ്യപ്പെട്ട്, ഈ കേക്ക് എനിക്കൊന്നും വേണ്ട, എടുത്തോണ്ട് പോ. അപ്പോൾ വരുണിനോട്, എന്നാ വരുൺ നീ കഴിക്കി, എനിക്ക് വേണ്ട, ഇത് നിങ്ങൾ തന്നെ കുത്തിക്കയറ്റി തിന്നെ. ഇതൊക്കെ ഇവളെ കോവപ്പെടുത്. അത്ര ഗസ്റ്റുകൾക്ക് മുன்னாடி நிறைய കേക്കെല്ലാം തിങ്ക മുടിയാതെ തന്നെ, അത് നല്ലതില്ല, മാനം പോയിടും. അതിനാലതാ ഇങ്ങ എടുത്തിട്ട് വന്നേ.
യാർക്കും തെരിയാമ സാപ്പിട് എന്നും പറയുമ്പോഴും നമ്മുടെ വരുണിന് ദേഷ്യം വന്നിട്ട് എടുത്തോണ്ട് പോകാനല്ലേ പറഞ്ഞത്, എനക്ക് പുരിഞ്ചു പോച്ച്, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനക്ക് നല്ല പുരിഞ്ചു പോച്ച്. அந்த பொண்ணை பற்றி തന്നെ പേசுறേ, ഗോവിന്ദ മാമ കൂടെ വന്ന அந்த പൊണ്ണ് ആര് തെരിയുമാ എന്നും ചോദിച്ചുകൊണ്ട് കാഞ്ചന. അത് കേട്ടതും നമ്മുടെ രാധികയും വരുണും കാഞ്ചനയെ സൂക്ഷിച്ചു നോക്കുക. എനക്ക് തെരിയും അത് ആരെന്ന്. ഗീതു പാപ്പാവെ സങ്കടപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല ആ പെണ്ണ് വന്നിരിക്കുന്നത്, ഗോവിന്ദ മാമാവെ അടക്കി പിടിക്കാനും കൂടിയാണ്. അന്ന് അന്ത പൊണ്ണ് இந்த വീട്ടിക്ക് വന്നിരുந்துச்சு. എന്നിട്ട് രണ്ടുപേരും ഭയങ്കര ശത്രുക്കളെ പോലെയാണ് സംസാരിച്ചത്. അപ്പോൾ ഞാൻ കരുതി അവർ ശത്രുക്കളായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പം തന്നെ പുരിഞ്ചത് அவங்க ശത്രുക്കളേ ഇല്ല. ഗോവിന്ദ മാമാവോടെ പഴയ പെൺസുഹൃത്ത്. ആ പെൺസുഹൃത്തിനെ ഒരിക്കലും പിരിയാൻ പറ്റാത്ത ബന്ധമാണ് ഗോവിന്ദ മാമാക്ക് അവളോടുള്ളത്. അതിനാലതാ അപ്പടി ആ ഗോവിന്ദ മാമ ഗീതു പാപ്പാവ് കൂടെ പാക്കാമേ അപ്പടി ചേർത്ത് പിടിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ഇങ്ങനെ നിൽക്കുക. അത് കേട്ടതും രാധിക ഞെട്ടി. ഇടി നിന്റെ കഥകളൊന്നും എനിക്ക് കേൾക്കണ്ട, ഇറങ്ങിപ്പോടി. അതും ഓക്കെ ആയി എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന ആ കേക്കെല്ലാം എടുത്ത് അണ്ണാക്കി കുത്തി കയറ്റിയിട്ട് അവിടെ നിന്നും അങ്ങോട്ട് പോവുക. സ്വന്തം അണ്ണാക്കിലാണ്ടോ, രാധികയുടെ അല്ല. പോയി കഴിഞ്ഞതും വരുൺ, ഇപ്പം എന്തായമ്മേ, ഞാൻ പറഞ്ഞില്ലേ ഗോവിന്ദേട്ടന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അന്ന് ഈ വീട്ടിൽ വന്ന പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ ആ കണ്ണൻ എന്നോട് പറഞ്ഞത് അവൻ്റെ ബിസിനസ് ഫ്രണ്ടാണെന്നും അന്നേരം അവനെ ചതിച്ചിട്ട് പോയ ഒരുത്തിയാണെന്നും ആണല്ലോ. ഇപ്പം അമ്മയോട് വരെയും ഗോവിന്ദേട്ടൻ കള്ളം പറയാൻ തുടങ്ങി. അമ്മ എന്ത് കുറവാ ഗോവിന്ദേട്ടന് കൊടുത്തത്? ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഗോവിന്ദേട്ടന് വേണ്ടി എല്ലാം ചെയ്തു. എന്നിട്ടും ഗോവിന്ദേട്ടൻ ഒരു തുള്ളി സ്നേഹം അമ്മയ്ക്ക് തിരിച്ചു തന്നിട്ടില്ല. തിരിച്ചു തന്നിട്ടുണ്ട്, ഇനി അതൊക്കെ ആത്മാർത്ഥമാണോന്ന് ആർക്കറിയാം. ഒരു പെണ്ണിന് വേണ്ടി അമ്മയോട് കള്ളം പറയാൻ തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ ഇനി എല്ലാം അമ്മയ്ക്ക് നഷ്ടപ്പെടും. ഇല്ല, അങ്ങനെ ഒന്നും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ആഗ്രഹിച്ചതൊന്നും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഭയങ്കര കട്ടക്കലിപ്പിൽ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഭദ്രനെയാണ്. ഭദ്രൻ ഫോൺ എടുത്ത് കിഷോറിനെ വിളിക്കുക. ഹലോ, എടാ മോനെ. എന്താ അങ്കിൾ, നീ എന്താ ബർത്ത്ഡേ ഫംഗ്ഷന് വരാതിരുന്നത്? ഓ, ഞാൻ എന്തിനാ അങ്കിളെ അങ്ങോട്ട് വരുന്നേ? അത് ഒരു ഫംഗ്ഷൻ അല്ലല്ലോ, പൈസ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നതല്ലേ. അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഞാനിവിടെ വന്നതുകൊണ്ട് 2 ഗുണമുണ്ടായി. അപ്പോൾ കിഷോർ, എന്താങ്കളെ ആ 2 ഗുണം എന്നും ചോദിക്കുകയാണ്. ആദ്യത്തെ ഗുണം എന്താന്ന് വെച്ചാൽ എൻ്റെ പഴയ മുതലാളി മാധവൻ മുതലാളി അങ്ങേരുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നിന്ന് ഞാൻ കുറേ നേരം സംസാരിച്ചു. ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായച്ചിത്തമായി ഞാൻ മാധവൻ മുതലാളിക്ക് കൊടുത്ത ഡോസ് ഇത്തിരിയും കൂടെ കൂട്ടിക്കൊടുത്ത് ഗോവിന്ദ് മാധവനെ അങ്ങോട്ട് അയച്ചു വിട്ടേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തുണയ്ക്കേ. അത് കേട്ടതും കിഷോർ ചിരിച്ചു. എന്നിട്ട് ഇനി രണ്ടാമത്തെ ഗുണം എന്താ? രണ്ടാമത്തെ ഗുണമാണ് മോന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഗുണം. അത് കേട്ടതും എനിക്ക് വേണ്ടപ്പെട്ട ഗുണം, അതെ, ഗീതുവിനെ സങ്കടപ്പെടുത്താനായി ഒരുത്തി അവരുടെ ജീവിതത്തിലേക്ക് വില്ലത്തിയായിട്ട് എത്തിയിട്ടുണ്ട്. ഈ എന്താ പറയുക, ഗോവിന്ദൻ്റെ ബിസിനസ് ഫ്രണ്ട് എന്നൊക്കെയാ ഗോവിന്ദ് ഇവിടെ എല്ലാവരും പരിചയപ്പെടുത്തിയത്. പക്ഷെ എനിക്ക് അവൾ അത്ര ശരിയാണെന്ന് തോന്നിയില്ല. അവളുടെ പേരെന്തോ രഞ്ജു എന്നോ കുഞ്ചു എന്നോ എന്തൊക്കെയാ. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്തായാലും സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. അപ്പോൾ കിഷോർ, അതെന്താങ്കളെ, ഗീതുവിനെ കയ്യിലെടുക്കാൻ ഇത് പറ്റിയ അവസരമാണ്. ഗോവിന്ദൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരുത്തി കയറി വന്നു കഴിഞ്ഞാൽ അത് ഗീതുവിനെ സഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിലേ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഗീതു പോലും ഗോവിന്ദനെ ഉപേക്ഷിക്കാൻ ഒരുങ്ങും. ആ സമയം നീ മുതലെടുക്കണം. എന്തൊക്കെ സംഭവിച്ചാലും നീ ഗീതുവിൻ്റെ ജീവിതത്തിലേക്ക് വരണം മോനെ. അത് കേട്ടതും അത് പിന്നെ പ്രത്യേകം പറയണോ? ഞാനത് ചെയ്യും മോനെ. പിന്നെ ഈ ഗോവിന്ദൻ്റെ അച്ഛൻ മാധവൻ നായർക്ക് പെണ്ണ് വിഷയമെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ട് ആ സ്വഭാവം തന്നെ ഗോവിന്ദനും കിട്ടിയേക്കാം. ഗീതുവിനെ ഭാര്യയായി കൂടെ കൂട്ടി മറ്റു പെണ്ണുങ്ങളോടുമായിട്ട് അടുപ്പം കാണില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്തായാലും അങ്ങനെയാണ് സംഭവിച്ചെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്ലാൻ ഈസിയാവും. ചിലപ്പോൾ ഗീതുവിൻ്റെ കൈകൊണ്ട് തന്നെ നമുക്ക് ഗോവിന്ദനെ ഇല്ലാതാക്കാൻ പറ്റും. അത് കേട്ടതും കിഷോർ ചിരിച്ചു. എന്നാൽ ശരി അങ്കിളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് കിഷോർ ആലോചിക്കുകയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് എന്നേ കയറി വരേണ്ടതാണ് നിങ്ങളുടെ മോള്. പക്ഷേ അത് നടന്നില്ല. എന്നാൽ അധികം വൈകാതെ അത് സംഭവിക്കണം. ഗീതു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതിന് ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കിഷോർ ആലോചിച്ചിട്ട് നേരെ മുറിക്കകത്തേക്ക് പോവുക. അപ്പോൾ അവിടെ അവർണിക ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഗോവിന്ദ് സാറിനെ തേടി വന്ന ആ പെൺസുഹൃത്ത് ആരാണെന്ന് ഇവളോട് ചോദിച്ചാലോ എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ അവർണികയെ നോക്കി, എന്താ കിച്ചു?
അല്ല, ഗോവിന്ദ് സാറിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വന്ന ആ സ്ത്രീ ആരാ എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും അതെങ്ങനെ കിച്ചു അറിഞ്ഞു എന്നും അപർണികയുടെ ചോദ്യം. അപ്പോഴേക്കും കിഷോർ ഞെട്ടിപ്പോയി. ഈശ്വരാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവളിങ്ങനൊരു ചോദിച്ചത്. അത് പിന്നെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ പോയതാണല്ലോ. അതിലൊരാൾ വിളിച്ചു പറഞ്ഞു എന്നറിഞ്ഞാൽ മതി. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ മനുഷ്യർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുമല്ലോ. ഇത്രയും വലിയ ബിസിനസ്മാനെ തേടി ഒരു പെൺസുഹൃത്ത് എത്തുമ്പോൾ അതാരാണ്, എന്താണ്, എന്തിനു വന്നു എന്നൊക്കെ അറിയാൻ പലർക്കും ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ആകാംക്ഷയാണ് ഇവിടെ എനിക്കും. അതെന്താന്ന് പറ. അതൊക്കെ എന്തിനാ നമ്മളറിയുന്നേ? ഒരു പെൺസുഹൃത്ത്, ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടാണോ കിഷോർ കാണുന്നത്? ഗേളെന്ന് പറഞ്ഞാൽ പെണ്ണ്, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. അതിനെ ഇത്ര തെറ്റായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഗീതാഞ്ജലിക്കില്ലാത്ത കുഴപ്പം നമുക്കെന്തിനാ? ഗീതാഞ്ജലി മാഡത്തിന് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോർ ഇങ്ങനെ നിൽക്കുക. ആ ഗീതാഞ്ജലിയുടെ അച്ഛൻ കിഷോറിനെ ഒരുപാട് പുകഴ്ത്തി. അത് കേട്ടപ്പോൾ ഞാൻ ഡാഡി ഇത്തിരി സന്തോഷിച്ചോട്ടെന്ന് കരുതി ഒന്നും കൂടെ പുകഴ്ത്താൻ പറഞ്ഞതാ. വലിയ കുഴപ്പമായത്. അത് കേട്ടതും എന്ത് കുഴപ്പം എന്നും പറഞ്ഞുകൊണ്ട് കിഷോർ ഞെട്ടലോട് നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.